സൈഫു ജിൽസി ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ഇന്നത്തെ പുലരി ത്രസിപ്പിക്കുന്ന ഇന്ത്യൻ ജയം അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇന്ന് സൂപ്പർ കപ്പിൽ ഇന്ന് കൊൽക്കത്തൻ ഡെർബി ഉണ്ട്. മോഹൻ ബഗാൻ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ ഉണ്ട്. സൂപ്പർ ലീഗ് കേരളയിൽ ഫോഴ്സ കൊച്ചി ആദ്യ ജയം തേടി ഇന്ന് ഇറങ്ങുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് മെൽബണിൽ നടക്കും. 7 റൺസ് അല്ലെ സഞ്ജു സാംസൺ 1000 റൺസ് എന്ന അദ്ദേഹത്തിൻ്റെ നാഴികക്കല്ലിലേക്ക് മുന്നേറാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് കായികമായ വാർത്തകളുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയുടെ ജയം തന്നെയാണ്. ഇന്ത്യ ഇന്നലെ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തകർത്ത് ഫൈനലിൽ പ്രവേശിച്ചു. ജമീമ റോഡ്രിഗസിന്റെ സെഞ്ചുറി കരുത്തിലാണ് ഇന്ത്യയുടെ ജയം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. കന്നിക്കിരീടം, അതും സ്വന്തം മണ്ണിൽ. ഇനി ആ ചരിത്ര നിമിഷത്തിന്റെ കാത്തിരിപ്പാണ്. ദക്ഷിണാഫ്രിക്ക എന്ന വലിയ കടമ്പയാണ് മുന്നിൽ. വനിതാ ക്രിക്കറ്റിലെ കരുത്തരായ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് നിഷ്പ്രഭമാക്കിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം. ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് ഫോബെ ലിച്ച്ഫീൽഡിന്റെ സെഞ്ചുറിയുടെ കരുത്തിൽ 338 റൺസ് ഉയർത്തി. വനിതാ ഏകദിന ലോകകപ്പ് സെമി ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ. ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് മികച്ച പാർട്ണർഷിപ്പ്. പ്രതീക്ഷകളൊക്കെ ഷഫാലി വർമ്മയിലും സ്മൃതി മന്ദാനയിലുമായിരുന്നു. പക്ഷേ ഇരുവരും അതിവേഗം പവലിയനിലേക്ക് മടങ്ങി. ദൗത്യം ജമീമ റോഡ്രിഗസും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ഏറ്റെടുത്തു. 167 റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ട്. സെഞ്ചുറിക്ക് 11 റൺസ് അകലെ ക്യാപ്റ്റൻ മടങ്ങിയെങ്കിലും റിച്ചാഘോഷിനെ കൂട്ടുപിടിച്ച റോഡ്രിഗസ് ഒരു വശത്ത് നിലയുറപ്പിച്ചു. 24 ബൗണ്ടറികൾ ചേർത്തുവെച്ച 127 റൺസിന്റെ വമ്പൻ ഇന്നിംഗ്സ്. 9 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യൻ വനിതകൾ ലക്ഷ്യത്തിലെത്തി. ഇന്ത്യക്ക് വേണ്ടി നല്ലപ്പുരട്ടി ചരണിയും ദീപ്തി ശർമ്മയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഞായറാഴ്ച നവി മുംബൈയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യ കലാശപ്പോരിന് ഇറങ്ങുക. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. 9 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യക്കൊരു വമ്പൻ ജയം. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ഫൈനലിൽ നേരിടാൻ പോവുകയാണ്. ത്രസിപ്പിക്കുന്ന ജയമാണ്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ ചേസ് ചെയ്ത് നേടിയ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണ് ഇത്. 265 റൺസാണ് ഇതിനു മുൻപ് ഇന്ത്യ ചേസ് ചെയ്ത് വിജയം നേടിയ ഏറ്റവും ഉയർന്ന സ്കോർ. നമുക്കിപ്പോൾ സജ്ന സജീവൻ ചേരുകയാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് താരം. സജ്ന, ഗുഡ് മോർണിംഗ്. ഇന്ന് അഭിമാനത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. കാരണം ഇന്ത്യയിലെ വനിതാ ക്രിക്കറ്റ് താരങ്ങളൊക്കെ തലയുയർത്തി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മൾ ഓസ്ട്രേലിയയെ തകർത്തു. ഇനി ദക്ഷിണാഫ്രിക്ക മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിനപ്പുറത്ത് നമുക്കൊരു കിരീടമുണ്ട്. സജിൻ, എത്രമാത്രം ത്രില്ലിലാണ്? അത് ഇന്നലെ മാച്ച് കഴിഞ്ഞപ്പോ തന്നെ ചെറിയൊരു എന്താ പറയാ, ഒരു 300 റണ്ണൊക്കെ ഒരു സെമിയിൽ അടിക്കാന്ന് പറയുമ്പോ ഒരു പ്രഷറാണ് എന്തായാലും. ബട്ട് അത് ഇങ്ങനെ ഒരു അടിപൊളിയായി ചേസ് ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അതിന്റെ ഇടയിൽ ഷഫാലി തിരിച്ചു വന്നത് ഭയങ്കര സന്തോഷം ഉള്ള കാര്യമായിരുന്നു. ബട്ട് ഷഫാലിക്കും തൻ്റെതായിട്ടുള്ള പൊട്ടൻഷ്യലിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മൾ ജയിച്ചു. ഇനി എന്തായാലും ഇത്രയും നല്ലൊരു മാച്ച് എന്താ പറയാ, സ്വപ്നങ്ങളിൽ മാത്രം ഇത്ര വലിയൊരു ചേസ്. ഇനി നമുക്കറിയാം എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. ഇപ്പൊ അതിന്റെ ഇടയിൽ ഹാരിദീന്റെയും ജമീമന്റെയും പാർട്ട്ണർഷിപ്പാണ് ക്രൂഷ്യലായത്. അതിന്റെ ഇടയിൽ നമ്മൾ റിച്ച വന്നിട്ട് നല്ലൊരു എന്താ പറയാ സ്ട്രൈക്ക് റേറ്റിൽ കുറച്ചും കൂടെ ഈസി ആക്കി കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ സൗത്ത് ആഫ്രിക്കനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ 5 വിക്കറ്റ് എടുത്ത ക്യാപ്പ് ഉണ്ട്, ലോറ ഉണ്ട്. അപ്പൊ അവരെല്ലാം ടച്ചിലാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ ഒരു ഗംഭീര വിജയം ഫൈനലിന് മുമ്പ് നമുക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും ഇത്തവണ കപ്പ് നമ്മൾ തന്നെ തൂക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇന്നലെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ സ്മൃതി മന്ദാന നമ്മൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് പോയി. പക്ഷേ സ്മൃതിയുടെ ഒരു മാസ് സിക്സർ ഉണ്ടായിരുന്നു ബൗളറുടെ തലയ്ക്ക് മുകളിലൂടെ. ഷഫാലി ആണെങ്കിൽ ഷഫാലി 10 റൺസിന് പോയി. പക്ഷേ ഒരു ബൗണ്ടറിയൊക്കെ അടിച്ചാണ്. നമ്മൾ പ്രതികാ റാവലിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ വന്നു. അപ്പോഴും ഹർമൻപ്രീത് കൗറിൻ്റെയും ജമീമ റോഡ്രിഗസിൻ്റെയും പോരാട്ട വീര്യമാണ് നമ്മൾ കണ്ടത്. ഈ 2 താരങ്ങൾ വ്യക്തിപരമായി സജനക്ക് നന്നായി അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ 2 താരങ്ങളെ മാത്രം ഒന്ന് അടർത്തിയെടുത്ത് നമ്മൾ അവരുടെ ബാറ്റിങ്ങിനെ ഒന്ന് നമ്മൾ വിശകലനം ചെയ്താൽ എങ്ങനെയായിരിക്കും? ലൈക്ക് സ്മൃതി എന്ന് പറയുന്നത് ക്ലാസ്സിൽ തന്നെയാണ്. ബട്ട് ഇപ്പൊ ഞാൻ WPL മുംബൈ ഇന്ത്യൻസിന് കളിക്കുന്നതാണ്. അപ്പൊ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ടീം എപ്പോഴാണോ ഒരാൾ ആവശ്യം അപ്പൊ ഒക്കെ ക്രീസിൽ കളിക്കുന്നത് ഹർമൻദീപ് തന്നെയാണ്. സോ അത് ഭയങ്കര നമ്മള് കയ്യിന്ന് പോയി എന്നറിയുമ്പോ ഹാരിദീന്റെ ഭാഗത്തു നിന്നുള്ളൊരു അടിപൊളി ഇന്നിങ്സ് ഉണ്ടാവും. പിന്നെ സ്മൃതി ആണെങ്കിലും
കഴിഞ്ഞ മാച്ചുകളിലൊക്കെ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന പ്ലെയർ ആണ്. ബട്ട് ഫൈനലില് അത് നമ്മളിപ്പോ എങ്ങനെയാ പറയാ, സ്മൃതി ക്ലാസ്സിയാണ് സ്കോർ ചെയ്യുന്ന ഒരു ഗൺ മെഷീൻ ആണെന്ന് തന്നെ പറയാം. ബട്ട് ക്രിക്കറ്റ് ആണ്, ചില സമയങ്ങളില് പെർഫോമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ബട്ട് എനിക്ക് ഉറപ്പുണ്ട് ഫൈനൽ ആകുമ്പോഴത്തേക്കും സ്മൃതി തിരിച്ചു വരും. ഹർമന്ദീന്റെയും സ്മൃതിന്റെയും ജമീന്റെയും പിന്നെ ഏറെ പ്രതീക്ഷിക്കുന്ന ഷഫാലിന്റെ ഭാഗത്തുനിന്നും ഒരു നല്ല ഇന്നിങ്സ് വരുമെന്ന് എനിക്ക് അറിയാം. കാരണം ഞാൻ അവരോടെ കളിച്ചതാണ്. അവരുടെ പൊട്ടൻഷ്യലും അവരുടെ മൈൻഡ് സെറ്റും എനിക്കറിയാം. ഇടക്കൊക്കെ ഒന്ന് റണ്ണ് വന്നില്ല എന്ന് വെച്ചാലും അവരൊന്നും പാനിക് ആവുന്നവരല്ല. കാരണം അവരുടെ കഴിവ് അവരവരിൽ തന്നെ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. സോ ഒരു ഇന്നിങ്സ് കൊണ്ട് നമ്മൾ ആരെയും തഴയാൻ പറ്റില്ല. അവർ തിരിച്ചു വരും. ഫൈനൽ ആകുമ്പോഴത്തേക്കും ഗംഭീരമായിട്ട് അവർ തിരിച്ചു വരും. അപ്പോൾ ഫൈനൽ ദക്ഷിണാഫ്രിക്കയാണ്. നമുക്കറിയാം കഴിഞ്ഞ ഏകദിന ക്രിക്കറ്റ് പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനലിന്റെ ഒരു തനിയാവർത്തനം വന്നാൽ കപ്പ് ഇവിടെ ഇരിക്കും. അപ്പോൾ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ എന്ന് പറയുമ്പോൾ ഒരു പ്രഡിക്ഷൻ എന്താണ് സജനയുടെ? തീർച്ചയായും ഞാൻ ഇന്ത്യന്റെ കൂടെയാണ്. അതിപ്പോ പിന്നെ ഒരു ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ സന്തോഷം എന്ന് വെച്ചാല് നമ്മൾ ഫൈനൽ കളിക്കുന്ന 2 പേർക്ക് ഇന്നേ വരെ ഒരു വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. സോ ഒരു ക്രിക്കറ്റർ എന്ന രീതിയിൽ ഇന്ത്യക്കാണ് 100% സപ്പോർട്ടെങ്കിലും ഈവൻ നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ മാക്സിമം ലാസ്റ്റ് ബോൾ വരെ ഫൈറ്റ് ചെയ്തിട്ട് കയ്യിൽ നിന്ന് പോവുക എന്നുള്ള, നമ്മൾ എന്തായാലും കപ്പ് നേടണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് 11 പേരും ഗ്രൗണ്ടിൽ ഇറങ്ങുക. 11 പോരാ, സപ്പോർട്ട് സ്റ്റാഫും പുറത്തിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരൊറ്റ ലക്ഷ്യമായിരിക്കും. ബട്ട് 2 പേർക്കും കിട്ടാത്തത് കൊണ്ട് തന്നെ 2 പേർക്ക് കിട്ടിയാലും ഹാപ്പിയാണ്. ബട്ട് ഇന്ത്യക്ക് കിട്ടിയാല് ഒരു ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന പ്ലെയർ എന്ന രീതിയിൽ ഇതിനേക്കാളും മികച്ച ഒരു എന്താ പറയാ നേട്ടം നമുക്ക് കിട്ടാനില്ല. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം അത് രാവിലെ ചേർന്നതിന്. മാത്രമല്ല സജനയെ പോലുള്ള താരങ്ങൾ, ആശാ ശോഭനയെ പോലുള്ള താരങ്ങൾ, മിന്നുമണിയെ പോലുള്ള താരങ്ങൾ എല്ലാം കേരളത്തിൽ നിന്നും ഒരുപാട് പെൺകുട്ടികൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കുപ്പായം സ്വപ്നം കാണാൻ പഠിപ്പിച്ചവരാണ്. ഇതേ കളിച്ച് നമ്മൾ ലോകകപ്പിൻ്റെ ഫൈനലിൽ ഒരിക്കൽ കൂടി എത്തുകയാണ്. 7 വട്ടം ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്താണ് നമ്മൾ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടാനൊരുങ്ങുന്നത്. ഒറ്റ ജയമകലെ നമുക്ക് അരികെ ആ മോഹക്കപ്പുണ്ട്. ഞായറാഴ്ചയാണ് ഫൈനൽ മത്സരം മുംബൈയിൽ. താങ്ക് യു സജന സജീവൻ നമുക്കൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ മറ്റൊരു മത്സരം ഇന്ന് നടക്കുകയാണ്. T20 പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:45 നടക്കും. മെൽബണിലാണ് മത്സരം നടക്കുക. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. 18 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ 10 ഓവറിൽ 97 റൺസിൽ നിൽക്കെയാണ് മത്സരം നിർത്തിവെച്ചത്. ഇത്തവണയും മഴ ആശങ്ക ഉയർത്തുന്നുണ്ട്. അതായത് മെൽബണിന്റെ മാനത്ത് മഴമേഘങ്ങളുണ്ട് എന്നർത്ഥം. ഫിഡെ ചെസ് ലോകകപ്പ് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. 27 വരെ ഗോവയിലാണ് നടക്കുന്നത്. 80 രാജ്യങ്ങളിൽ നിന്നായി 206 കളിക്കാർ പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്ന് 26 താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നോർവേയുടെ മാഗ്നസ് കാൾസനാണ് നിലവിലെ ചാമ്പ്യൻ. ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ നിലവിൽ റണ്ണറപ്പാണ്. ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ്, പ്രജ്ഞാനന്ദ, അർജുൻ എരഗൈസി എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖർ. മലയാളികളായ നിഹാൽ സരിനും SL നാരായണനും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 8 റൗണ്ട് മത്സരമാണ് ആകെ നടക്കുക. ഒരു റൗണ്ടിൽ 2 കളിയാണ് ഉണ്ടാവുക. ഇത് സമനിലയിലായാൽ ടൈ ബ്രേക്കറിലേക്ക് പോകും. ആദ്യ 3 സ്ഥാനക്കാർക്ക് അടുത്ത വർഷം നടക്കുന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്ക് യോഗ്യതയുണ്ട്. ജേതാക്കൾക്ക് 1.05 കോടി രൂപയാണ് സമ്മാനമായി ലഭിക്കുക. ഇന്ന് സൂപ്പർ കപ്പിൽ കൊൽക്കത്ത ഡെർബി നടക്കുകയാണ്. രാത്രി 7:30 മോഹൻ ബഗാൻ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വൈകിട്ട് 4:30 നടക്കുന്ന മത്സരത്തിൽ ഡെംബോ സ്പോർട്ടിംഗ് ക്ലബ്ബ് ചെന്നൈയിൻ FC-യുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം. ഗോവയിലെ GMC ബാംബോളിം സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് ഡിയിലെ പോരാട്ടത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡ് FC-യാണ് കൊമ്പന്മാർ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയത്. സ്പാനിഷ് മുന്നേറ്റ താരം കോൾഡോ ഒബിയേറ്റ അരങ്ങേറ്റ മത്സരത്തിൽ 87-ാം മിനിറ്റിൽ നേടിയ തകർപ്പൻ ഹെഡർ ഗോളാണ് മഞ്ഞപ്പടയ്ക്ക് 3 പോയിന്റ് സമ്മാനിച്ചത്. ക്യാപ്റ്റൻ അഡ്രിയാൽ ലൂണ, കോൾഡോ ഒബിയേറ്റ, ഹുവാൻ റോഡ്രിഗസ് എന്നീ വിദേശ കരുത്തുമായാണ് പരിശീലകൻ ഡേവിഡ് കാറ്റാല ടീമിനെ കളത്തിലിറക്കിയത്. കളി തുടങ്ങിയത് മുതൽ ബ്ലാസ്റ്റേഴ്സ് ആധിപത്യം പുലർത്തി. ലൂണയുടെ നേതൃത്വത്തിൽ മധ്യനിര കളി നിയന്ത്രിച്ചപ്പോൾ രാജസ്ഥാൻ ലോങ് പാസുകളിലൂടെയാണ് തിരിച്ചടിക്കാൻ ശ്രമിച്ചത്. ആദ്യ പകുതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഗോളിനടുത്തെത്തിയിരുന്നു. 21-ാം മിനിറ്റിൽ ലഭിച്ച കോർണറിൽ ഡാനിഷ് ഫാറൂഖിന്റെ ശക്തമായ ഹെഡർ പോസ്റ്റിന്റെ തട്ടി മടങ്ങിയത് ആരാധകരെ നിരാശയിലാക്കി. എന്തായാലും ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. 87-ാം മിനിറ്റിലാണ് ഒബിയേറ്റയുടെ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സിന് ജയം കണ്ടെത്താനായത്. ഇനി സൂപ്പർ ലീഗ് വാർത്തകൾ. സൂപ്പർ ലീഗ് കേരളയിൽ ഫോഴ്സ കൊച്ചി FC ഇന്ന് 2ാം ഹോം മത്സരത്തിന് ഇറങ്ങുകയാണ്. തൃശൂർ മാജിക് FC-യാണ് എതിരാളികൾ. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ രാത്രി 7:30-ക്കാണ് മത്സരം.
പരിശീലകൻ മിഗൽ ലാഡോപ്ലാനയുടെ കീഴിൽ ഫോഴ്സ കൊച്ചിക്ക് സീസണിന്റെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. ആദ്യ 3 മത്സരങ്ങളിൽ ടീം മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും ഒരു വിജയം പോലും നേടാനായിട്ടില്ല. നിലവിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് ഫോഴ്സ കൊച്ചിയുള്ളത്. അതേസമയം കളിച്ച 3 മത്സരങ്ങളിൽ 2 ജയത്തോടെ തൃശൂർ മാജിക് FC പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തുമാണ്.